ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്ന പോലെ കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുണാകരന് ശേഷം സംസ്ഥാനത്ത് വികസനം കൊണ്ടുവന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ മുരളി മന്ദിരത്തിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ പത്മജ വേണുഗോപാലിനും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയത്. നായനാരും കരുണാകരനും തൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരാണെന്നും ഗുരുത്വം നിർവഹിക്കാനാണ് താനെത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധി, കരുണാകരൻ, ഒ രാജഗോപാൽ എന്നിവരെ പുകഴ്ത്തിയ അദ്ദേഹം വികസനത്തിൽ രാഷ്ട്രീയവും പ്രാദേശികവാദവും പാടില്ലെന്നും വ്യക്തമാക്കി. ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിലല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം സുരേഷ് ഗോപിയുടെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. സുരേഷ് ഗോപി മന്ത്രി എന്ന നിലയിൽ പറഞ്ഞതാകാമെന്നും മുരളീധരൻ പറഞ്ഞു. കാരണം സുരേഷ് ഗോപി മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ധാരാളം പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹം തന്നെ പറയും. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ്. മുരളി മന്ദിരത്തിൽ RSSകാരെ കയറിനിറങ്ങാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തോടെ തൃശൂർ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. മുരളി മന്ദിരത്തിൽ നിന്നും കോൺഗ്രസ് പൂർണ്ണമായും പിൻവാങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. റിപ്പോർട്ടർ, തൃശൂർ.